റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മൂവാറ്റുപുഴയിൽ നിരപരാധിയായ യുവാവിനെ പോലീസ് മർദ്ദിച്ചതിൽ CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്ന ആരോപണം. CPM പ്രാദേശിക നേതാവായ ബിനോയ് ഭാസ്കറിനെതിരെയാണ് യുവാവിന്റെ അമ്മ പരാതിയുമായി രംഗത്ത് വന്നത്. പോലീസുകാരെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കാമെന്നും ആശുപത്രി ചെലവ് ഏറ്റെടുക്കാമെന്നുമായിരുന്നു വാഗ്ദാനം. എന്നാൽ ഒത്തുതീർപ്പിനില്ലെന്നറിയിച്ചെന്നും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും അമ്മ കൊച്ചുറാണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അമ്മയുടെ വാക്കുകൾ കേൾക്കാം. ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം ബിനോയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ എന്താ ബിനോയ് വേണ്ടെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് പോലീസുകാരെ കൊണ്ട് സോറിയും പറയിപ്പിക്കാം, ചിലവായ കാശും തരാമെന്ന് പറഞ്ഞു, പറയിപ്പിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. നീ കൊണ്ടുകൊടുത്ത നീ വാലറ്ററി കൊണ്ടുകൊടുത്തോ? ഞാൻ വാലറ്ററി കൊണ്ടുകൊടുത്തു. അത് എവിടെ നിന്ന് മോഷ്ടിച്ചാണ് കൊച്ചിനെ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അറസ്റ്റ് വാറണ്ട് ഉണ്ടോ, പിന്നെ പരാതിയുണ്ടോ? എൻ്റെ കൊച്ചിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. എൻ്റെ കൊച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല, പാവ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ എൻ്റെ ചേച്ചി മേടിച്ചെന്ന TV ഇൻവെർട്ടറാണ്, ചേച്ചിയോട് ചോദിച്ചു നോക്ക്, ബാറ്ററി എടുക്കാൻ വേണ്ടിയെന്ന് അവരോട് പറഞ്ഞു. ഈ മിറ്റതോടെ അടയാളം കൂടെ നോക്കാൻ പറഞ്ഞു. നിങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഒരു ജഗാജഗം കേട്ടില്ല. പെട്ടെന്ന് പറഞ്ഞിട്ട് കഴുത്ത് ഞെരിച്ച കൊച്ചിനെ പറഞ്ഞ് പെട്ടെന്ന് വണ്ടിയെ കയറ്റാൻ തുടങ്ങി. കേസുമായിട്ട് മുന്നോട്ട് പോകാനാ തീരുമാനം. ആ കുറ്റക്കാർക്കെതിരെ നടപടി വേണം. ചെയ്യാത്ത കൊച്ചിനെ ഇപ്രകാരം ചെയ്യെങ്കിൽ കട്ടവനെ കണ്ടാൽ ഇവരെന്ത് ചെയ്യും? അത് ശരിയാ. ആ ഒന്നൊന്നര ചോദ്യം അമ്മ ചോദിച്ചത്. മാത്രമല്ല അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് കൊച്ചുറാണി അമ്മയോട് പറയുന്നത്. CPM അല്ല ആര് വന്ന് ഒത്തുതീർപ്പിന് ശ്രമിച്ചാലും അത്തരം കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. കൊച്ചുറാണി പറഞ്ഞത് 100% ശരിയാ. തനിക്ക് മർദ്ദനമേറ്റിട്ടില്ലെന്ന് പോലീസ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മർദ്ദനമേറ്റ അമൽ ആന്റണി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. CCTV ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു ക്രൂരമർദ്ദനമെന്നും അമൽ പറഞ്ഞു. അമലിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. റോഡിൽ വെച്ച് തന്നെ കാലും മുറിഞ്ഞ് ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചെരുപ്പിടാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞ് നേരെ എന്നെ വാഹനത്തിനുള്ളിൽ വെച്ച് വളരെ ക്രൂരമായിട്ട് ഒരാൾ കൈ പിടിക്കുകയും ബാക്കി 4 പേരാണ് മുതുകിനിട്ട് തലക്കിട്ട് മാറി മാറി മുട്ടുവെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. അവിടെ എത്തിക്കുമ്പോഴാണ് എൻ്റെ മമ്മി അവിടെ കരഞ്ഞുകൊണ്ട് ഒന്ന് കാര്യം ചോദിക്കുകയാണ്. ആ സമയത്ത് ബിനോയ് ഭാസ്കർ അവിടെയുണ്ട്. ഞാൻ ചേട്ടനോട് കാര്യം പറഞ്ഞു, ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ബാറ്ററിയാണിത്. ഇവര് യാതൊരു സംഭവം പറയാണ്ടാണ് എന്നെ കസ്റ്റഡിയിലെടുത്ത് നിലവിൽ മർദ്ദിച്ച് ഇവിടെ എത്തിച്ചേക്കണ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നെ അകത്തേക്ക് കൊണ്ട് ഈ ഷർട്ട് ഊരിച്ച് മാറ്റി നിർത്തി. വളരെ മൃഗീയമായിട്ടാണ് അവിടുത്തെ ഒരു പോലീസുകാരൻ എന്നോട് പെരുമാറിയത്. നേരെയാണ് സ്ട്രേറ്റ് ആയിട്ടാണ് CCTV ഇരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള ഒരു വിഷനും പോലും പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് ആർക്കും പോലും അവിടെ ഒരു മർദ്ദനം നടന്നാൽ അത് കണ്ടെത്താൻ പറ്റൂല. ഒരു 15 മിനിറ്റത്തോളം ഷർട്ട് ഇടിക്കാണ്ട് അവിടെ നിർത്തി. ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്ത കുറ്റം എന്താണ്, ഞാൻ എന്തിൻ്റെ പേരിലാണ്? ഇതൊന്നും ഇവർ വെളിപ്പെടുത്തുന്നില്ല. അവിടെ എന്നെ വളരെ അവിടുത്തെ റൈറ്റർ എന്നെ അവിടെ എല്ലാ പോലീസുകാരെയും എനിക്ക് തിരിച്ചറിയാം. ഓക്കെ, ഇതിൽ വിവരങ്ങളുമായി ശരൺ. ശരൺ, വളരെ ഗുരുതരമായ ആരോപണമാണ്. ആളുമാറി മർദ്ദിച്ചിട്ട് ഒത്തുതീർപ്പിന് പോവുക, അതിന് പാർട്ടി നേതാവ് തന്നെ പോവുക എന്ന് പറഞ്ഞാൽ ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശരൺ, കൊച്ചുറാണി എന്തായാലും അമലും വിട്ടുവീഴ്ചയ്ക്കില്ല, നടപടിയുമായി മുന്നോട്ട് തന്നെ പോകും. ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവുന്നതുവരെ അവർ നിയമ പോരാട്ടം നടത്തും, അല്ലേ ശരൺ? അരുൺകുമാർ, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് കുടുംബം പറയുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകും, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ ഈ പോരാട്ടം തുടരുമെന്നുള്ളതാണ് അവർ പറയുന്നത്. നേരത്തെ ഈ അമൽ ആന്റണി എന്ന പെരുമ്പല്ലൂർ സ്വദേശിയെ ആള് മാറിയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ബാറ്ററി മോഷണ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് ക്രൂരമായ മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോഴേക്കും അമൽ ആന്റണിക്ക് കഴുത്തിനും നട്ടലിനും അടക്കം ഗുരുതരമായി പരിക്കേൽക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഇത് വിവാദമായതോടുകൂടിയാണ് CPIM നേതാവ് ഒത്തുതീർപ്പിനെ ശ്രമിച്ചു എന്നുള്ള ആരോപണം കൂടി ഇപ്പോൾ ഈ യുവാവിന്റെ അമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് ബിനോയ് ഭാസ്കരൻ എന്ന പ്രാദേശിക നേതാവ് തങ്ങളെ സമീപിച്ചുകൊണ്ട് പറയുന്നു, വെറുതെ പോലീസിന്റെ പണി കളയിക്കണ്ടല്ലോ, പോലീസുകാരുടെ പണി കളയിക്കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പോലീസുകാരെ കൊണ്ട് മാപ്പ് പറയിക്കാം, ഒപ്പം തന്നെ ഈ ആശുപത്രി ചെലവ് ഏറ്റെടുക്കാം. ആ ഒരു വാഗ്ദാനമാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം ചെയ്തത്. അത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്നുള്ളത് അറിയിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏത് വിധത്തിലാണ് ഈ വീട്ടിൽ നിന്നും അമൽ ആന്റണിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയതെന്നുള്ളതും അമ്മയുടെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നതാണ്. അതായത് കഴുത്ത് ഞെരിച്ചാണ് ഈ പോലീസ് ജീപ്പിലേക്ക് അമൽ ആന്റണിയെ പിടിച്ച് കയറ്റുന്നത്. അതിനുശേഷം ഈ വീട് മുതൽ ഏകദേശം മൂവാറ്റുപുഴ സ്റ്റേഷൻ വരെ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നു. എന്തായാലും ഇതോടൊപ്പം തന്നെയാണ് അമൽ ആന്റണി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂവാറ്റുപുഴ DYSPക്ക് റൂറൽ SP നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നു എന്നുള്ള ആരോപണവും ഇപ്പോൾ യുവാവ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യുവാവ് പറയുന്നത് തന്നെ എത്തിച്ച് മർദ്ദിക്കുമ്പോൾ അത് CCTV ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ മർദ്ദനം നടന്നിരിക്കുന്നത്. പോലീസ് പറയുന്നത്
വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് തനിക്ക് മർദ്ദനം ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ CCTV, അതായത് മർദ്ദനം മർദ്ദനം നടന്നത് CCTVക്ക് പുറത്തുള്ള സ്ഥലത്താണ്. അത് കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അത് ഇടിച്ചൊരു വഴിക്കാക്കി കളഞ്ഞു. നോക്കിയേ, പാവം മനുഷ്യൻ അത് ഇട്ടിരിക്കുന്ന കാഴ്ച കണ്ട അമ്മ എങ്ങനെ സഹിക്കും? കൊച്ചുറാണി അതാണ് പറയുന്നത്. എന്നിട്ട് പോയി ഒത്തുതീർപ്പിന് പോവുക.